ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നൈസിനൊരു എൻട്രി ആയിരുന്നു കാറിനുള്ളിലോട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ പണി പാളി, നൈസിന് ഡോർമേൽ തട്ടി. സോ ഇന്നത്തെ പരിപാടി ഓൺ ദ വേ ടു UAE ഒമാൻ. എക്സാക്ട് പ്ലേസ് ആൻഡ് ഡീറ്റെയിൽസ് ഞാൻ ഓൺ ദ വേ അല്ലെങ്കിൽ അവിടെ കയറുമ്പോൾ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ മാത്രമല്ല, സിമിജാൻ്റെ ഫാമിലിയും കൂടെ തന്നെ ഉണ്ട്. അല്ലു നേരത്തെ തന്നെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാക്ക് എൻട്രൻസിലാണ് പാർക്ക് ചെയ്തിരുന്നത്. സോ അല്ലിക്കുട്ടൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അല്ലിക്കുട്ടനെയും പിക്ക് ചെയ്ത് ഈ ഡ്രൈവ് ചെയ്യുന്നത് മറ്റാരുമല്ല ഗൈസ്, സോമിയാണ്. സോമി എനിക്ക് അങ്ങനെ ചെറുങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടനെയും ചേച്ചിയും പിക്ക് ചെയ്തു. ആൻഡ് വി ആർ ഓൺ ദ വേ ടു UAE ഒമാൻ. സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഇപ്പോഴും ഓണായിട്ട് തന്നെ കിടക്കുകയാണ്. കാരണം ഇപ്പോൾ ടൈം 3:30 ഗൈസ്, 3:30. സോ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ട്രാവലിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. തൽക്കാലത്തേക്കുള്ള വിശപ്പടക്കാനായിട്ട് ഞങ്ങൾ ഫ്യൂൽ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിക്കും ഫ്യൂൽ അടിക്കണം. ഇതൊരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ചേച്ചി ഓൾറെഡി വീട്ടിൽ നിന്ന് എഗ്ഗും പിന്നെ ബോയിൽഡ് വാട്ടർ, അതായത് കെറ്റിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഫുഡിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അവിടെ എത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കും. സാധാരണയായിട്ട് കാവിജീജിയാണ് നേരത്തെ പടേശാവുന്നത്, പക്ഷേ ഇന്നത്തെ ഇര സോമിയാണ്. അങ്ങനെ വണ്ടിയിലും ഫ്യൂലൊക്കെ അടിച്ച് പവറാക്കിയിട്ട് ഞങ്ങൾ ദേ പോകുന്നു ഗൈസ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കോ പരിപാടീസോ ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല ചില്ല് ചെയ്ത് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോകാം. സമ്മർ ആയതുകൊണ്ട് വിൻഡോ ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇത് കോർഫക്കാൻ റോഡിൽ ടണലാണ്. അടിപൊളി വ്യൂ ആണ്. ഇതിന് ഉള്ളിലൂടെ പുറത്തോട്ട് എത്തുന്ന ഒരു വ്യൂ ഉണ്ട്, അടിപൊളിയാണ്. നൈസ്, കണ്ടില്ലേ? ഇതേപോലെ രണ്ട് സൈഡിലും മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഒമാനിലെത്തിയിട്ടുണ്ട്, UAE ഒമാൻ. ആക്ച്വലി ഇവിടെ വരാനായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ, വിസ പരിപാടിയുടെ ഒരേ ആവശ്യമില്ല. ധൈര്യമായിട്ട് ഡ്രൈവ് ചെയ്ത് ഈ പ്ലേസ് കയറാം. ഈ പ്ലേസിൻ്റെ പേര് മദ, ഒമാൻ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഏരിയയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ദുബായിലെ ആണെങ്കിലും ഈവൻ ഷാർജ എവിടെ ആണെങ്കിലും UAE ബേസിക്കലി പറയുകയാണെങ്കിൽ സിം എല്ലാം ഔട്ട് ഓഫ് കവറേജ് ഏരിയ. കാരണം ഇത് ഒമാൻ ആയതുകൊണ്ട് അവിടുത്തെ സിമ്മേ വർക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, റോമിങ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട് കേട്ടോ. ഈ പോയിന്റ് എത്തിയപ്പോഴത്തേന് മാപ്പ് കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് അടുത്തൊരു ഷോപ്പിൽ ചോദിച്ചു. കാരണം അധികം ഡെവലപ്ഡ് ഒന്നുമല്ല, നമ്മളിവിടുത്തെ പോലെ സിറ്റി പരിപാടിയൊന്നുമല്ല, നോർമൽ റൂറൽ ഏരിയ ആണ് അവിടെ. സോ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചിട്ടൊന്നും ആർക്കും അറിയത്തില്ല. ഈ ഒരു മദ ഒയാസിസ്, അതൊരു നല്ലൊരു പച്ചപ്പുള്ളൊരു സ്ഥലമാണ്, ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ആർക്കും അറിയില്ല. സോ ഞങ്ങൾ വണ്ടി തിരിച്ച് ഒരു ഊഹത്തിൽ അവിടെ തന്നെ ഉള്ളൊരു വേറെ റൂട്ട് എടുത്തു. അങ്ങനെ വെച്ച് പടച്ചു. രണ്ട് സൈഡിലും അടിപൊളിയാണ് വ്യൂ, എസ്പെഷ്യലി വ്യൂ നല്ല പച്ചപ്പാണ്. നമ്മുടെ എന്താ പറയുക, പനേൻ്റെ മരങ്ങളും വാഴകളും, പിന്നെ നാട്ടിലത്തെ പോലൊരു ഫീലാണ്. വേറെ ഒന്നുമല്ല, ചെറിയ നമ്മുടെ ഉൾഗ്രാമങ്ങളിലൊക്കെ പോകില്ലേ, ആ ഒരു ഫീല്. പക്ഷേ സ്റ്റിൽ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരുപാട് തോട്ടങ്ങളുണ്ട് ഇവിടെ, ഈ ഡേറ്റ്സിൻ്റെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ മൗണ്ടൻസ് ആണ്. മോസ്റ്റ്ലി രണ്ട് സൈഡിലും എപ്പോൾ ഏത് റൂട്ട് പോയാലും ഈ സെയിം ഫീലാണ്. പക്ഷേ നമ്മൾ ദുബായിൽ നിന്ന് മാറി ഈ റോഡ് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഈവൻ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും. സൈറ്റ് സീയിങ് പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ, ഇതാണ് ഉള്ളിലത്തെ അവസ്ഥ. എല്ലാവരും ഓൾമോസ്റ്റ് നല്ല ടയർഡാണ്. സിമിൻ ചേട്ടൻ പക്ഷേ സ്റ്റിൽ ഫോക്കസ്ഡ് ആണ്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിൽ എന്തായാലും എത്തിച്ചിരിക്കും. സോമി ഇതേ ഇപ്പോഴാണ് കണ്ണ് തുറന്നത്. അല്ലിക്കുട്ടൻ ചെറുങ്ങനെ ഉറങ്ങി, പക്ഷേ അല്ലിക്കുട്ടൻ പവറാണ്. പക്ഷേ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് പടേശാവുന്ന ടീം, നമ്മുടെ സ്വന്തം കവിജിയുടെ അവസ്ഥ ഇപ്പോഴും ഏകദേശം ഇങ്ങനെയാണ്. പക്ഷേ ആദ്യം ഇനിഷ്യലി പവറേഷായിരുന്നു. പക്ഷേ ഇതേ കണ്ടില്ലേ, ഇത് ഞാൻ തന്നെ എപ്പോഴും പവർ, ഫുൾ പവർ. സോമിക്ക് ഇപ്പോഴും കറക്റ്റ് റിലേ ഒന്നും വന്നിട്ടില്ല, എന്നാലും ആളോക്കെയാണ്. ഇനി എല്ലാവരും ഓക്കെ ആവും, കാരണം നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് ഓൾറെഡി അല്ല, ഓൾമോസ്റ്റ് എത്തി. എന്തായാലും ഈ റൂട്ട് ചെന്നെത്തുന്നത് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ ആയിരിക്കും. പക്ഷെ സ്റ്റിൽ വി ആർ കൺഫ്യൂസ്ഡ്. വേറെ ഒന്നുമല്ല, ഈ പച്ചപ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇതാണ് അവസ്ഥ. വീണ്ടും ഈ റോക്കി മൗണ്ടൻസ്. കാരണം ഞങ്ങൾക്ക് വഴി തെറ്റിയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അല്ല, ഇതൊരു വ്യൂ പോയിൻ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏരിയയിൽ നിർത്തി കുറച്ച് റെസ്റ്റ് എടുക്കാം. പിന്നെ അതുമല്ല, ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്കും വേണമെങ്കിൽ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. ആക്ച്വലി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം അവിടെ ആരുമില്ല, ആ ചെക്ക് പോസ്റ്റിൽ ഒരു മനുഷ്യനെയും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അതൊന്നും നോക്കാണ്ട് നേരെ ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. വി ഓൾമോസ്റ്റ് റീച്ച്ഡ് അല്ല, നമ്മൾ റീച്ച്ഡ്. ഇനി ഓൾമോസ്റ്റ് എന്നുള്ളൊരു വാക്കില്ല. അങ്ങനെ നമ്മൾ റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ.
നിങ്ങൾ വരുന്ന സമയത്ത് മാപ്പിൽ ലൊക്കേഷൻ ഇടേണ്ടത് മദ്ദ ഒമാൻ അല്ലെങ്കിൽ അൽ സദ റിവർ വാദി. മീൻസ് ഒമാൻ തന്നെയാണ്, അത് മെൻഷൻ ചെയ്യണം എന്തായാലും, കാരണം റീറൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ കറക്റ്റായിട്ട് ഇത് തന്നെ മെൻഷൻ ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ തെറ്റിപ്പോയാലും നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലത്തോട്ട് എത്തിച്ചേരും. കാരണം വേറെ റൂട്ടിങ് പരിപാടിയൊന്നും ഇവിടെ ഇല്ല. റൂട്ടിങ് മീൻസ് വേറെ റൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപാട് പ്ലേ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുറേ കോട്ടേജസും കാര്യങ്ങളും ഇറക്കത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓപ്പൺ ആക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഗൈസ് ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്ര ഹ്യൂമിഡിറ്റി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു ലിറ്ററലി പറയുകയാണെങ്കിൽ. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ തളർന്നില്ല, മുന്നോട്ട് തന്നെ. സോമി ഫുൾ പവറിൽ എത്തിയിട്ടുണ്ട്, വർക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ. അടിപൊളിയായിരുന്നു റീലിൽ കണ്ടപ്പോൾ, ബട്ട് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അത് വിൻ്റർ സമയത്ത് എടുത്ത റീലായതുകൊണ്ട് നല്ല വെള്ളം, നല്ല അടിപൊളി സ്ട്രീമായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡ് അല്ല. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വെള്ളം കിട്ടി. അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. ഈ സ്പോട്ട് ചുമ്മാ പൊളിയാണ്. ബട്ട് സമ്മർ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒടുക്കത്തെ ഹ്യൂമിഡിറ്റിയാണ്. ചെറിയ കുറച്ച് മീനുകളും ഉണ്ട് ഇതിൽ കേട്ടോ. പക്ഷെ അധികം മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കെട്ടിക്കിടക്കുകയല്ലേ വെള്ളം. സോ അധികം അങ്ങനെ കളിച്ചില്ല അതിനകത്ത്. ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ജസ്റ്റ് എക്സ്പ്ലോറിങ് പരിപാടീസിന് അങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേന് 2-3 ചെക്കന്മാരെ കണ്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ ചെറിയ 2-3 ഗുഹകളുണ്ട്, ചെറിയ കേവ്സ്. ഡിഫിക്കൽട്ടാണ് മേലെ കയറാനായിട്ട്. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് അവിടെ വരെ പോയി. വേറൊന്നുമല്ല, അവിടെ തേനീച്ചകൾ കൂട് വെച്ചിട്ടുണ്ട്. അടിപൊളി തേനുമുണ്ട്. അവർ കുറച്ച് തേനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ എടുത്തതെന്ന് അറിയാൻ പാടില്ല, കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും. കാവേച്ചിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ചില്ലിങ്, ചുമ്മാ സിമ്പിളായിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതേ അങ്ങോട്ട് കണ്ടില്ല, ആ ദൂരത്തേക്ക് ക്യാമറ എത്തിയില്ല. അതുകൊണ്ട് ഞാൻ മൊബൈലും പിടിച്ചിട്ട് എങ്ങനെയേ നടന്നു. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇത് ഫുള്ളും എന്താ പറയുക ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. വിൻ്റർ സമയത്ത് ഇവിടെ ഫുൾ വെള്ളമായിരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് നീന്താനൊന്നും പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ആൾക്കാർ നല്ല രീതിയിൽ എടുത്ത് ചാടുന്നൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. അങ്ങനെ ഒരു 20 to 30 minutes എക്സ്പ്ലോറിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മേലെ വന്നു. ഇവിടെ മോസ്റ്റ്ലി എല്ലാ ഡേറ്റ്സിൻ്റെ മരത്തിലും എന്താ പറയുക എല്ലാം പഴുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. സോ ഞങ്ങൾ ചെറിയ അവിടെ ആരും അങ്ങനെ നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസിന് പറിച്ച് കഴിച്ചു. കുറച്ചധികം തന്നെ എടുത്ത് കഴിച്ചെന്ന് പറയാം. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്യാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും അവർ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലായിട്ട്. ഒരു അടിപൊളി സ്പോട്ടാണ്. ബട്ട് ഗൈസ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സമ്മറിൽ ഇവിടെ വരുന്നത് അത്ര സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒടുക്കത്തെ ഹ്യൂമിഡിറ്റിയാണ്. എത്ര ചൂടും സഹിക്കാൻ പറ്റും എന്നുള്ള ഫുൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും വരാം ധൈര്യമായിട്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ഭ്രാന്തികളുണ്ട്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. കാരണം വെള്ളവും നല്ല വാലിയും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പടച്ചു വെച്ചിട്ട് ഒന്നും നോക്കിയില്ല, പ്ലാനിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ഈ കുഞ്ഞുങ്ങളുള്ള ഫാമിലി അങ്ങനെയൊക്കെ ആണെങ്കിൽ പാടായിരിക്കും. കാരണം ചൂട് അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. ദുബായിലെ സമ്മർ മീൻസ് ദുബായിലല്ല, ഇപ്പോൾ ഒമാനിലാണ്. സ്റ്റിൽ ഈ മിഡിൽ ഈസ്റ്റ് സമ്മർ എന്ന് പറയുന്നത് കുറച്ച് ഹെവിയാണ്. ഹെവി ഇൻ ദ സെൻസ് കുറച്ച് കഠിനമാണ്. കൊണ്ടുവന്ന ഫുഡൊക്കെ സെറ്റാക്കി. ഈ കവറിലിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, കവർ കണ്ടില്ലേ, അതിൽ ഫുൾ ഫുഡാണ്. ഒരുപാട് ഫുഡല്ല, പുഴുങ്ങിയ മുട്ടയും ബോയിൽഡ് വെള്ളവും, അതായത് സുലൈമാൻ ഉണ്ടാക്കാനുള്ള ചൂട് വെള്ളം. അത് മതി. ഹെൽത്തി, ഞങ്ങൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഹെൽത്തി ഫുഡേ കഴിക്കാറുള്ളൂ. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്ത് ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റിയ സ്പോട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, എസ്പെഷ്യലി ഈ പ്ലേസ് ബെറ്റർ ആൻഡ് ബെസ്റ്റ് വിൻ്റർ ടൈമിലായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർനൈറ്റ് സ്റ്റേ, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ വേറെ ഒരു സൈൻ ബോർഡ്സും ഇല്ല ഇത് റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടെ ഇപ്പം ഈ ടൈമിൽ തന്നെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ വിൻ്റർ സമയത്ത് എന്തോരം വെള്ളം ഉണ്ടാവും, അത്രയ്ക്കും ഉണ്ട്. കാരണം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ചൂടത്ത് വരേണ്ടവർക്ക് ചൂടത്ത് വരാം. വിൻ്റർ സമയത്ത് വരുവാണെങ്കിൽ അടിച്ച് പൊളിച്ച് വരാം. ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെടണം, ഈ ഒരു ചൂടൊന്ന് സഹിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഞങ്ങളധികം ചൂടൊന്നും കാര്യമാക്കിയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ചില്ലിങ്, വീണ്ടും
കത്തിയടിക്കൽ പരിപാടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. സോമിയും ചേച്ചിനെ കണ്ടില്ലേ, അല്ലിക്കൂട്ടൻ മുട്ട അങ്ങനെ കഴിക്കത്തില്ല, മുട്ട കഴിപ്പിക്കും ഞാൻ അല്ലിക്കൂട്ടനെ. അങ്ങനെ ഞാൻ പറഞ്ഞ് കഴിപ്പിച്ചതാണ്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്തു, ഒരുപാട് നേരം നിന്ന് സംസാരിച്ചു. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഡേറ്റ്സ് നിന്ന് ഒരുപാട് ഡേറ്റ്സും കഴിച്ചു വിത്ത് സുലൈമാനി. ഒരു പെർഫെക്റ്റ് കോംബോ ആയിരുന്നു. ഞങ്ങളവിടെ കത്തിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ആ ഗ്യാപ്പിൽ സിമിൻ ചേട്ടൻ തൊട്ടപ്പുറത്തെ ഒരു റൂട്ട്, അതായത് തൊട്ടടുത്ത് തന്നെ, അവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്നെ ഈ ഒരു പ്ലേസ് കിട്ടി. അവിടെയും നല്ല താഴെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളം മാത്രമല്ല, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ കുളിക്കുന്നുണ്ടായിരുന്നു. അതായത് വെള്ളം അവിടെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇവിടെ തന്നെ കാട്ടിൽ. സോ ഞങ്ങളെ പിക്ക് ചെയ്യാൻ സിമിൻ ചേട്ടൻ വന്നു. ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്, അങ്ങോട്ട് പോവുകയാണ്. റാസൽ ഗെയിമിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യൂ, അതായത് കുറച്ച് പച്ചപ്പും കുറച്ച് ഡ്രൈനസ്സും ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അതായത് ഒരു വേറെ ഫീല്. ഞങ്ങൾ മുന്നേ ഇരുന്ന സ്ഥലം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഇവിടെ കുറച്ചും കൂടെ പച്ചപ്പുണ്ട് കേട്ടോ. അല്ലിക്കുട്ടനും സോമിക്കും ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർ ഫുൾ പവർ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദേ ആർ ജസ്റ്റ് എൻജോയിങ് ദ മൊമെൻറ്റ്. ഞാനും സോമിയൻ്റെ കണ്ടില്ലേ സുലൈമാനിയെ കുറിച്ച് ചുമ്മാ കണ്ട ക്യാമറ വന്നപ്പോൾ തന്നെ എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറി. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷേ ഞങ്ങൾ തിരിച്ച് പോകുന്നത് വന്ന വഴിയിലല്ല, വേറെ ഏതോ വഴിയിലൂടെയാണ്. പക്ഷെ ഞങ്ങളൊരു വണ്ടീനെ ഫോളോ ചെയ്തു. ആ വണ്ടി ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഈ റൂട്ടിലേക്കാണ്. അടിപൊളി ഓഫ് റോഡ് ഒരു ഡ്രൈവ്. ഇത്ര നാളും യു എയിലുണ്ടായിട്ടും ഇങ്ങനെ ഒരു റോഡ് ഞാൻ പേഴ്സണലി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഇടുങ്ങിയ റോഡിലൂടെയുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പ്. ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇങ്ങനൊരു ഓഫ് റോഡ് ഫസ്റ്റ് ടൈമാണ്. നോർമലി ഞങ്ങൾ ഇങ്ങനെ മൗണ്ടൻ റീജിയൻസിലൊക്കെ പോകുന്ന സമയത്തിന് ഓപ്പൺ സ്പേസ് ആണ്, താഴെ മറ്റേ കൊക്ക സീൻ, ആ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഗൈസ് ഇത് ഫസ്റ്റ് ടൈമാണ്. പല റോഡുകളിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഈ റോഡ് ഞാൻ വീണ്ടും പറയുന്നു, കിടുവായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും ഓരോരോ എക്സ്പീരിയൻസ് കിട്ടും. ഈ ചൂടത്ത് ഈ ഒരു പൊളി സ്ഥലത്ത് വന്ന് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. കണ്ടില്ലേ, ഞങ്ങൾ പോലും വിചാരിക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് തിരിച്ചു പോകുന്ന വഴിയിൽ ഇങ്ങനൊരു ഓഫ് റോഡ് ട്രിപ്പും ഫുൾ പച്ചപ്പും ഒരു കൈൻഡ് ഓഫ് ഒയാസിസ് ആണിത്. ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയുന്ന പോലെ. കാരണം ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലമല്ല, പല ആൾക്കാരും പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമാണ്. സോ എല്ലാവരും എന്തായാലും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്ഥലമാണ്. അടിപൊളിയാണ്. മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻ്ററിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി, മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി സെറ്റായിട്ട് വരാം. അങ്ങനെ ഓൾമോസ്റ്റ് ഡൺ ഗൈസ്. ഇതാണ് ഒമാൻ ബോർഡർ. അങ്ങനെ ഞങ്ങൾ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു, മാപ്പൊക്കെ ഇട്ടു, നേരെ ദുബായിലേക്ക്. വീട്ടിൽ പോയിട്ട് സുഖ ഉറക്കം. അപ്പോൾ അത്രയുള്ള ഗൈസ്. അടുത്ത വീഡിയോയിൽ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട് വരാം. അതുവരെയ്ക്കും പീസ് ആൻഡ് ലവ് ഗൈസ്. അപ്പോൾ ടേക്ക് കെയർ. മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റാ.